ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് മത്തി ഫ്രൈ ആണ്. അപ്പോൾ ഈ ഒരു മത്തി ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മത്തി നന്നായിട്ട് കഴുകി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ അല്പം പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ മസാലയിലേക്ക് നമുക്ക് മീനെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി അരമണിക്കൂർ മാറ്റി വെക്കാം. അപ്പോൾ ഈ അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ വറക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് മീനുകൾ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മീൻ ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മത്തിയെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മത്തി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നമ്മൾ ഈ ഒരു മത്തി ഫ്രൈ വാഴയിലയിൽ ചെറിയ തീയിൽ വേവിച്ചെടുക്കാമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കാണും.